ഹലോ, ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ യാത്ര അവസാനിക്കുന്നേയില്ല. പുതിയ ഇടങ്ങൾ തേടി പുതിയ ഒരുപാട് പേരെ പരിചയപ്പെടാൻ നമ്മുടെ യാത്ര റൈഡിംഗ് റിപ്പോർട്ടിലൂടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ, ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് യാത്രകൾ. അതുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അത് യാത്ര ചെയ്താലേ കിട്ടൂ. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ജസ്റ്റ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ട്. അപ്പോൾ ആദ്യ റൈഡ് പോവാം. നേരെ കർണാടകയിലേക്ക് വെച്ച് പിടിക്കാം. കർണാടകയിലെ പൂപ്പാടങ്ങളെല്ലാം ഈ ഓണക്കാല സമയത്ത്, പ്രത്യേകിച്ചും കേരളത്തിലെ ഓണാഘോഷത്തിന് നിറം പകരുന്നത് ശരിക്കും അവിടുത്തെ പൂക്കളാണ് എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ ആ പൂപ്പാടത്തേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. അരുൺ പൂപ്പറമ്പയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. വടക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കർണാടകയിൽ നിന്നാണ് നമുക്കറിയാം. കർണാടകയിലെ പൂപ്പാടങ്ങളിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് അരുൺ പൂപ്പറമ്പയുടെ കൂടെ നേരെ ചിക്കബെല്ലാപുരയിലേക്കാണ് യാത്ര. മലയാളികളുടെ ഓണത്തിനായി കർണാടകയിൽ പൂക്കാലം ഒരുങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. മടിക്കേരിയിലും ഗുണ്ടൽപേട്ടിലെല്ലാമാണ് ഇത്തരം കാഴ്ചകൾ കൂടുതലുള്ളതെങ്കിലും കർണാടകയിലെ പല മേഖലകളിലും പൂപ്പാടങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ചിക്ബെല്ലാപുരയിലെ ഒരു പൂപ്പാടത്തിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ കൂടി ഇന്ന് നമുക്ക് കാണാം. നിലവിൽ ബംഗളൂരു, തുംകൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പൂമാർക്കറ്റുകളിൽ മതിയായ വില ലഭിക്കുന്നില്ല എന്നതാണ് കർഷകർ ഉന്നയിക്കുന്ന പരാതി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓണം സീസണെ വളരെ പ്രതീക്ഷയോടെയാണ് കർണാടകയിലെ പൂക്കർഷകർ കാത്തിരിക്കുന്നത്. ಮತ್ತು ಇದು ಏನು ರೇಟ್ ಕಿಲೋ ಹೋಗ್ಬೇಕಂದ್ರೆ 200-300 ರೂಪಾಯಿ ಕಿಲೋ ಹೋದರೆ ವರ್ಕ್ ಆಗುತ್ತೆ, ಇಲ್ಲಾಂದರೆ ವರ್ಕ್ ಆಗಲ್ಲ. ಇದು ನೋಡಿ, ಇದು ಬೆಳೆಯೋಕ್ಕೆ ಒಂದು 12,000 ನಾರಿಗೆ ಒಂದು 2.5 ಲಕ್ಷ ಬಂಡವಾಳ ಹಾಕಿದರೆ ಈಗೇನು ಬರ್ತಾಯಿಲ್ಲ. ಇನ್ನು ಏನಾದ್ರೆ ಮತ್ತೆ ರೇಟ್ ರೈಸ್ ಆದರೆ ತೆಂಗಿನ ಬಗ್ಗೆ ಕಾಸಾಗುತ್ತೆ, ಇಲ್ಲಾಂದರೆ ಇಲ್ಲ. ಬೆಂಗಳೂರು ಮಾರ್ಕೆಟ್ ಹಾಕ್ತೀರಿ, ಹೈದ್ರಾಬಾದು ಹಾಕ್ತೀರಿ ಅಂದರೆ ನಾವು ಹೋಗಲ್ಲ. ಅವ್ರು ಕೇಳಿದರೆ ನಾವು ಇಲ್ಲಿ ರೇಟು ಖರೀದಿ ಮಾಡಿ ಕಳಿಸ್ಕೊಡ್ತೀವಿ. ಸರ್, ಕೇರಳಗೆ ನಾವು ಕಳಿಸಿಲ್ಲ, ಮತ್ತು ಇನ್ನೇನು ಬಂದರೆ ಕಳಿಸ್ಕೊಡ್ತೀವಿ. ಓಣಂ ಹಬ್ಬಗೆ ಕಳಿಸ್ಕೊಡ್ತೀವಿ ನಾವು. ಅವರು ಬಜೆಟ್ ಇಲ್ಲಿ ಬಂದು ಮಾಡಿದ್ರೆ ಓಣಂ ಹಬ್ಬಗೆ ನಮ್ಗೆ 250-300 ರೂಪಾಯಿ ಬೀಳಂಗಿದ್ರೆ ನಾವು ಕಳಿಸ್ಕೊಡ್ತೀವಿ.
നമ്മൾ ഈ കാണുന്നത് പോലെ പലതരത്തിലുള്ള പൂക്കളുണ്ട്, പല നിറങ്ങളിലുള്ള പൂക്കളുണ്ട്. ഓറഞ്ച്, വെള്ള, മഞ്ഞ അങ്ങനെ തുടങ്ങി വിവിധ നിറങ്ങളിലുള്ള വിവിധ ഇനങ്ങളിൽപ്പെട്ട പൂക്കൾ ഈ കന്നഡ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാം. അത് ഒരു കച്ചവടം എന്നതിനപ്പുറത്തേക്ക് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വലിയ കുളിർമ നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഓണക്കാലത്തെ നിറമുള്ളതാക്കാൻ ഇത്തവണയും കർണാടകയിൽ നിന്ന് അതിർത്തി കടന്ന് പൂക്കൾ കേരളത്തിലെത്തും. വളരെ പ്രതീക്ഷയോടെയാണ് കന്നഡ മണ്ണിലെ പൂക്കർഷകരും കാത്തിരിക്കുന്നത്. ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൂവേ செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் പൂവേ സെമ്പൂവേ. അപ്പോൾ ആ പൂപ്പാടവും പൂക്കളെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ പാട്ട് ഓർമ്മ വന്നു. അപ്പോൾ ഒരു ഓണാഘോഷം കൂടി വരികയാണ്, ഓണക്കാലം കൂടി വരികയാണ്. ഒരുപാട് പൂക്കൾ ഈ സമയത്തേക്കാണ് കേരളത്തിലേക്ക് എത്തുക മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അരുൺ പൂപ്പറമ്പ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത യാത്ര എങ്ങോട്ടാണ് എന്നല്ലേ, ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഇഷ്ടമല്ലാത്ത മലയാളി ഉണ്ടാവില്ല അല്ലേ, അതൊരു സത്യം തന്നെയാണ്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഉൾപ്പെടെ പലഹാരങ്ങൾ ഉണ്ടാക്കി വിജയിച്ച ഒരു കുടുംബമുണ്ട് തൊടുപുഴയിൽ. എബിൻ ജോസ് ആണ് ആ കുടുംബത്തെ നമുക്കായി പരിചയപ്പെടുന്നത്. തുടങ്ങനാട്ടെ മധുരം വിളമ്പുന്ന ജാസ്മിൻ എന്ന സംരംഭകയുടെ പാചകപ്പുരയിലെ രുചിക്കുട്ടറിയാനാണ് നമ്മളിനി യാത്ര പോകുന്നത്. ജീവിതത്തിന്റെ പാതി വഴിയിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ജാസ്മിൻ തുടങ്ങിയ സംരംഭം ഇന്ന് 12ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാണ് എന്നറിയുമ്പോഴാണ് അതിന്റെ പ്രാധാന്യവും അതിന്റെ മധുരവും കൂടുന്നത്. അപ്പോൾ നമുക്ക് തൊടുപുഴ വരെ ഒന്ന് പോവാം. നെക്സ്റ്റ് റൈറ്റ്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ മലയാളിയുടെ ഇഷ്ട പലഹാരങ്ങളാണ്. ഈ പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റ് വിജയം നേടിയ ഒരു സംരംഭകയുടെ അടുത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തുടങ്ങനാട്ടെ ജാസ്മിൻ ചേച്ചിയുടെ നെയ്യപ്പത്തിൻ്റെയും ഉണ്ണിയപ്പത്തിൻ്റെയും ഒക്കെ രുചിവിശേഷങ്ങൾ അറിഞ്ഞു വരാം. നമ്മളപ്പോൾ അങ്ങനെ തുടങ്ങനാട്ട് ജാസ്മിൻ ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ രുചിവിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അവരവിടെ നമ്മളെ കാത്തു നിൽപ്പുണ്ട്, അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി തുടങ്ങിയോ? ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ആറായിട്ട് പോകുന്നല്ലേ? കുഴപ്പമില്ല. ഒരു കാലത്ത് എല്ലാവരെയും പോലെ തന്നെയായിരുന്നു ജാസ്മിനും. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് കാർ ഓടിച്ച് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആള് സെറിബ്രൽ പാൾസി ബാധിച്ച മകൻ അഖിലിന്റെ ചികിത്സയ്ക്കിടെയാണ് സ്വന്തം കാഴ്ച നഷ്ടപ്പെടുന്ന വിവരം തിരിച്ചറിയുന്നത്. ഞങ്ങൾക്ക് അവനുണ്ടായി കഴിഞ്ഞ 6 മാസമായപ്പോഴാണ് അറിയുന്നത് അവന് സെറിബ്രൽ പാൾസി എന്നൊരു അസുഖം ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. നമ്മൾ കോട്ടയം, മണിപ്പാൽ, പിന്നെ വയനാട്, മദ്രാസ്, മൈസൂർ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ മദ്രാസിലായിരുന്ന സമയത്ത് ഒരു 1.5 വർഷം അവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ കണ്ണിന് ചെറിയ ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്ക് കുറവല്ല, പക്ഷേ എന്തോ ചില സമയത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് നെർവ് വീക്കാകാനുള്ള ആരംഭമാണ്. പക്ഷേ ഇപ്പം പെട്ടെന്നൊന്നും കുറയല്ല.
ഒരു 10-65 വയസ്സായിട്ടേ കാഴ്ച കുറയുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിന് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. റെറ്റിനറ്റിക് പിഗ്മെന്റോസ എന്നാണ് എൻ്റെ കണ്ണിൻ്റെ അസുഖത്തിൻ്റെ പേര്. രണ്ട് കിലോ പച്ചരിയിൽ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങി. സമീപത്തെ കടകളിൽ ആദ്യം നൽകി ആവശ്യക്കാർ ഏറിയതോടെ കൂടുതലായി ഉണ്ടാക്കി. ഇന്ന് അപ്പൂസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരുള്ള സംരംഭത്തിന്റെ അമരത്താണ് ജാസ്മിൻ ഉള്ളത്. നെയ്യപ്പത്തിന് നമ്മൾ പൊടി മിക്സ് ചെയ്ത് 3 ദിവസം മുന്നേ വെച്ചിരിക്കും. 3-4 ദിവസമൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. അതിന് അരി, പഞ്ചസാര, ജീരകമാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് അല്ലെങ്കിൽ തലേ ദിവസം വൈകിട്ടെടുത്ത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത്, പിന്നെ നമ്മൾ ഇതിനകത്ത് കുഴയ്ക്കാനായിട്ട് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല, പാലാണ് മുഴുവനും ചേർക്കുന്നത്, പശുവും പാൽ. അതുകൂടാതെ തേങ്ങയും ചേർക്കും. ഇത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി മാവ് സെറ്റാക്കി കൊടുക്കും. ഇവിടെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ ഇതിലെ കാണും നമ്മൾ എൻ്റെ മാവിൻ്റെ നെയ്യപ്പത്തിൻ്റെ സൈസ് മയം ഉണ്ടോയെന്ന്, പിന്നെ സൈസ് ഒത്തിരി വലിപ്പം കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കിയും, പിന്നെ ഉള്ളു വെന്തിട്ടുണ്ടോ എന്നൊക്കെ മുറിച്ച് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അരി പൊടിച്ച് സ്വയം തയ്യാറാക്കുന്ന കൂട്ടുകൾ ചേർത്താണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. മണവും രുചിയും അറിഞ്ഞ് കുറവുകൾ നികത്തി മേൽനോട്ടം നൽകുന്നത് ജാസ്മിനാണ്. ഭരണങ്ങാനം ഉൾപ്പെടെയുള്ള ദേവാലയങ്ങൾ നേർച്ചയ്ക്കായി ഉണ്ണിയപ്പവും നെയ്യപ്പവും നൽകുന്നുണ്ട്. നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ബുദ്ധിമുട്ടിക്കാതെ കടന്നു പോകണം എന്നുള്ളൊരു ഇത്, മുന്നോട്ട് തന്നെ പോകണം. കാരണം നമ്മൾ പുറകോട്ടൊരിക്കലും നിൽക്കാൻ പാടില്ലല്ലോ, മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടെല്ലാം കാഴ്ച പോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലെല്ലാം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഞാൻ. നമ്മുടെ സ്റ്റാഫ് കണ്ടല്ലോ, ഇവരെല്ലാവരും നല്ല സഹകരണമാണ്, ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തും. പിന്നെ അതുപോലെ ഞങ്ങളുടെ നാട് തുടങ്ങനാട് എന്ന് പറയും, തൊടുപുഴയ്ക്കടുത്ത്, ഭയങ്കര സപ്പോർട്ട് തരുന്നേ ഞങ്ങളുടെ വീട്ടുകാരും സ്റ്റാഫും നാട്ടുകാരും എല്ലാം ഒത്തിരി നല്ല സഹായമാണ്. ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളിൽ പതറിപ്പോകുന്നവർക്ക്, വിധിയെ പഴിക്കുന്നവർക്ക് ജാസ്മിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ വളരെ രുചികരമായ പലഹാരമാണ്. അതിന് രുചിയാക്കുന്നത് അതിൻ്റെ കൂട്ടുകളാണ്. ഇവിടെ ജാസ്മിൻ ചേച്ചിയുടെ ഈ പലഹാരങ്ങൾക്ക് രുചി കൂടുന്നത് അതിൽ കഠിനാധ്വാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കൂട്ടുകൾ കൂടി ചേരുന്നതുകൊണ്ടാണ്. ക്യാമറമാൻ ഹരീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. ജാസ്മിൻ ചേച്ചി ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിന് ഇരട്ടി മധുരമുണ്ട്. അത് കഴിക്കാതെ തന്നെ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ അതിശയിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ചുറ്റുപാടും. ഇങ്ങനെയൊക്കെയുള്ള യാത്രയിലൂടെയാണ് അവരെയൊക്കെ പരിചയപ്പെടാൻ കഴിയുന്നത്. എത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് ചേച്ചിയുടെയൊക്കെ വാക്കുകളിലുള്ളത്. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ പ്രചോദനമാണ്. ഒരുപാട് പേർക്ക് അത് പ്രചോദനമാകട്ടെ. അത്രയും ഒരുപാട് കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നുമുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് പോവാം. സ്റ്റേഷനിലേക്കാണ്. ഏത് സ്റ്റേഷനിലേക്കാ? പോലീസ് സ്റ്റേഷനിലേക്കാണ്. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്രയിൽ പോലീസ് പിടിച്ചു ഒന്നുമല്ല കാര്യം. അവിടെ ഒരു വിശേഷമുണ്ട് എന്നാണ് മിഥില ബാലൻ പറയുന്നത്. അവിടെ ഒരു ഉഗ്രൻ കൃഷിത്തോട്ടമുണ്ട്. എവിടെ? പോലീസ് സ്റ്റേഷനകത്ത്, അവിടുത്തെ പറമ്പിൽ. ആ തോട്ടം ഒന്ന് കാണണ്ടേ? അപ്പോൾ മിഥിലയുടെ കൂടെ നേരെ പോവാം കോഴിക്കോട്ടേക്ക്. കൃഷിയാണ് ഇന്നത്തെ വിഷയം. വ്യത്യസ്തമായ കൃഷി, വ്യത്യസ്തരായ കർഷകർ. അത്തരമൊരു കൃഷി തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പോകുന്നത്. അങ്ങനെ കൃഷി അന്വേഷിച്ചെത്തിയത് ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പോലീസ് സ്റ്റേഷനും കൃഷിയും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ നമുക്ക് നോക്കാം.
ഇതാണ് ഞാൻ പറഞ്ഞ കൃഷിയിടം. ഇവരൊക്കെയാണ് ഈ കൃഷിയിടത്തിലെ കർഷകർ. പോലീസ് സ്റ്റേഷൻ പറമ്പിൽ കാട് മൂടിക്കിടന്ന സ്ഥലം. ആ സ്ഥലത്താണ് ചെണ്ടുമല്ലിപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. സ്ഥലം വൃത്തിയാക്കി കൃഷിയൊരുക്കിയത് പോലീസുകാർ തന്നെയാണ്. ജൂൺ 21-നാണ് വിത്തിട്ടത്. സിറ്റി പരിധിയിൽ തിരക്കുള്ള സ്റ്റേഷനാണ് ചെമ്മങ്ങാട്. ആ ജോലി തിരക്കിനിടെ വീണു കിട്ടുന്ന സമയത്ത് ഇവർ ഓടിയെത്തും. മഴ ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് കൃഷി നടത്തിയത്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കിടയിൽ കിട്ടുന്ന ഒഴിവുകാളുകൾ എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചതിനെ കൊണ്ട് മാത്രമാണ് ഇത് ഈ രീതിയിലായി മാറിയത്. ഇതിവിടെ കാട് പിടിച്ച് പാമ്പും മറ്റുപോലുള്ള സാധനങ്ങളൊക്കെ നിന്നൊരു ഭൂമിയായിരുന്നു. നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും സഹായിച്ചതിനെ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലായത്. ഏകദേശം ജൂൺ 21 ഞങ്ങൾ ഇതിൻ്റെ കൃഷി ഇറക്കി. ഇപ്പോൾ ഏകദേശം 2.5 മാസമായി. അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് എപ്പോഴാണ് ഫ്രീ കിട്ടുന്നത് വെച്ചാൽ അങ്ങനെ ഓരോരുത്തർ നനച്ചും അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. അല്ല ഇതിനായിട്ടൊരു പ്രത്യേക സമയം മാറ്റി വെക്കുക അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന സമയങ്ങൾ അത് ഡ്യൂട്ടിക്ക് ഇടയിൽ കിട്ടുന്നതാണെങ്കിലും അതിനുശേഷം കിട്ടുന്നതാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഞങ്ങളുടെ ഓഫീസർമാരൊക്കെ നമുക്ക് കൃഷി ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഓണാണ് വരുന്നതിലൊരു മാറി ചിന്തിച്ചിട്ട് ഒന്ന് നടപ്പിലാക്കി നോക്കിയതാണത്. ഷിജു വി, സിബീഷ് എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. നല്ലൊരു ആനന്ദകരമായിട്ട് ഈ ഓണാഘോഷം ബന്ധപ്പെട്ട് നമുക്ക് ഒരു സന്തോഷം പകരുന്ന ഒരു സംഭവമാണിത്. പോലീസുകാരനെ ചെയ്തതാണ്, ട്രാക്ടർ ഉപയോഗിച്ച് ചെയ്തതും പോലീസുകാർ കഷ്ടപ്പെട്ടിട്ടാണ്. ഷിജുവും സിബീഷാണ് കൂടുതലും വർക്ക് ചെയ്തത്. നമ്മളൊക്കെ പുറകിലുണ്ടായിരുന്നു. ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. ഡ്യൂട്ടിയിലിടക്ക് ചില സമയങ്ങളിൽ ചില റെസ്റ്റ് സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഇത്. ഒരു പരീക്ഷണമായിട്ടാണ് പൂക്കൃഷി നടത്തിയത്. അത് വിജയിച്ചതിലുള്ള സന്തോഷം ഈ പോലീസുകാർക്കെല്ലാം ഉണ്ട്. അത്തത്തോടടുത്ത് വിളവെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒത്തിരി തിരക്കുള്ള, ടെൻഷനുള്ള ജോലി ചെയ്യുന്നവരാണ് പോലീസുകാർ. ആ തിരക്കിനിടയിലാണ് ഇങ്ങനെ കൃഷിക്കായി സമയം മാറ്റിവെക്കുന്നത്. മുനീഫ് തിരൂരിനും സുമേഷിനുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. അപ്പോൾ കൃഷിപാഠത്തിൻ്റെ എന്താണ് പറയുക, കൃഷിയുടെ പാഠങ്ങൾ കൂടി പഠിപ്പിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പൂർത്തിയാവുമ്പോൾ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. യാത്ര ചെയ്യാൻ ഇനിയും ഒരുപാട് ഇടങ്ങളുണ്ട്, പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പരിചയപ്പെടാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിലൊക്കെ നാളത്തേക്ക് വരാം. ഇന്ന് തൽക്കാലം മതിയാക്കുന്നു.